പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണ ഈ അതിഥികളെ സ്വീകരിക്കുന്ന സമയത്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ സ്വീകരിക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ, സ്കൂളുകളിൽ പരിപാടിക്ക് പോകുമ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ NCCയുടെ ഗാർഡ് ഓഫ് ഓണർ, ഈ പരിപാടിയൊക്കെ എത്രയോ കാലമായി ജനാധിപത്യത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തോന്നുന്നു, ഒന്ന് സാധാരണക്കാരായ മനുഷ്യർ പോകുമ്പോൾ ആരും ഗാർഡ് ഓഫ് ഓണർ ഒന്നും തരുന്നില്ലല്ലോ. നമ്മൾ നടന്നു പോകുമ്പോൾ പോലീസ് അറിയികളെ എന്ന് പറയും, മന്ത്രി വരുന്ന സമയത്ത് ഉഷാർ എന്ന് പറയും. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ നമ്മൾ രണ്ടുപേർക്കും ഒരേ നിലയും വിലയൊക്കെയാണല്ലോ. അപ്പോൾ റിപ്പോർട്ടർ ബ്രേക്കിംഗ്, പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ DGPയോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഗാർഡ് ഓഫ് ഓണർ ആർഭാടവും അനാവശ്യവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മുഖ്യമന്ത്രി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുമ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ സാധാരണ നൽകാറുള്ളത്. ആർഭാടം കുറച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകാനാണ് പോലീസ് ആലോചിക്കുന്നത്. എന്നാലും അതങ്ങോട്ട് വിടാൻ പറ്റൂല. റോഷിപാലുണ്ട്. റോഷിപാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡ് ഓഫ് ഓണറൊക്കെ നേരത്തെ എടുത്തു കളയേണ്ട കാര്യമാണ്. ഒരു ജനാധിപത്യത്തിൽ ഈ രാജാവും പ്രജയും പിന്നെ പരിവാരങ്ങളും എന്ന മട്ടിലുള്ള സംവിധാനങ്ങളൊക്കെ എന്ന് ഉപേക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ VD സതീശൻ പറയുന്നത് തനിക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ഗാർഡ് ഓഫ് ഓണർ അത് ഒഴിവാക്കാൻ പോലീസിന് ആലോചനയുണ്ടോ? അത് സാധ്യമാണോ? റോഷിപാൽ, അരുൺകുമാർ, ബ്രിട്ടീഷ് രാജിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഗാർഡ് ഓഫ് ഓണറിനെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രി VD സതീശൻ എത്തിയപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച ആർഭാടത്തോടെയുള്ള ഗാർഡ് ഓഫ് ഓണർ അത് അനാവശ്യമാണെന്ന് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന DIG യതീഷ് ചന്ദ്രയോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖരനോട് തനിക്കിനി ഗാർഡ് ഓഫ് ഓണർ ആവശ്യമില്ല. ഒന്ന്, പോലീസിൽ അംഗബലം താരതമ്യേന കുറവാണ്. ഏതാണ്ട് 10ഓളം ഉദ്യോഗസ്ഥന്മാർ അവർ നിരനിരയായി നിന്ന് അവർ വലിയ രീതിയിലുള്ള വേഷ സംവിധാനങ്ങളോടുകൂടി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനേതാണ്ട് 1-2 മണിക്കൂർ മുമ്പ് അവർ ഈ വേഷവിധാനങ്ങളോടെ കാത്തിരിക്കുന്നു മുഖ്യമന്ത്രി, എന്നിട്ട് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. അങ്ങനെ അനാവശ്യമായി ഇത്തരം പരിപാടികൾ വേണ്ട. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കീഴ്വഴക്കമായതുകൊണ്ട് അത് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അതിന് പകരം ഈ ആർഭാടത്തോടെയുള്ള ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തിന് പുറത്തേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുമ്പോഴാണ് രാവിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അത് ആർഭാടത്തോടെയുള്ളത് ഒഴിവാക്കി ഒരു അംഗബലം കുറച്ച് ഒരു ഗാർഡ് ഓഫ് ഓണർ എന്ന നിലയിൽ കൊടുക്കാനുള്ള ആലോചനയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും അതിന്റെ ഒരു അനൗചിത്യം മുഖ്യമന്ത്രി VD സതീശൻ അത് പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖരനെ അറിയിച്ചു കഴിഞ്ഞു. അരുൺകുമാർ, ഓക്കെ, ആർഭാടം കുറച്ച് നൽകുക, ഇത് തന്നെയാണ് ഈ മരണത്തിന് ശേഷവും ചില ആളുകൾക്കൊക്കെ നമ്മൾ ഔദ്യോഗിക യാത്രയപ്പ് നൽകുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മരണത്തിലും ജനനത്തിലുമല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ഈക്വലായിട്ട് മാറുന്നത്, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാലും ജനിക്കുന്നതിന് മുമ്പും അല്ലേ നമ്മളൊക്കെ ഈക്വലാണ് എന്ന് വേണം കരുതാൻ.